ഹായ് ഫ്രണ്ട്സ്, രസ്ന ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് നൈറ്റ് ഡ്രസ്സിൻ്റെ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ട് 2 ഇഞ്ച്. അവിടെ നിന്ന് താഴേക്ക് വേണം ടോട്ടൽ ലെങ്ത്ത് അടയാളപ്പെടുത്താൻ. എനിക്കിവിടെ 39 ഇഞ്ചാണ് കിട്ടുന്നത്. അതിനുശേഷം ഹിപ്പ് സൈസ് എത്രയാണെന്ന് നോക്കുക. എനിക്കിവിടെ 37 ഇഞ്ചാണ്. 37നെ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 9.2 ഇഞ്ച്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ 11.2 ഇഞ്ച് കിട്ടും. അതാണ് മുകളിൽ അടയാളപ്പെടുത്തേണ്ടത്. ആ 11.2 ഇഞ്ചിന് താഴേക്കാണ് നമ്മൾ ക്രോച്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ക്രോച്ച് ലെങ്ത്ത് താഴേക്ക് 13 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അതായത് ഹിപ്പ് സൈസിന് 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 9.2 ഇഞ്ച്, അതിൻ്റെ കൂടെ 3 ഇഞ്ച് ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ക്രോച്ച് ലെങ്ത്ത്. എന്നിട്ട് അവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു 2.5 ഇഞ്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. പാൻറ്റിൻ്റെ ബോട്ടം സൈഡ് ഞാനിവിടെ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നൈറ്റ് ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസിൽ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് 10 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത്. പെൻസിൽ പാൻറ്റൊക്കെ ആണെങ്കിൽ ഒരു 7 ഇഞ്ച് മതിയാവും. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഉള്ള ഓർഡിനറി പാൻറ്റൊക്കെ കട്ട് ചെയ്യാനായിട്ടും സ്റ്റിച്ച് ചെയ്യാനായിട്ടും വളരെ ഈസിയാണ്. ഇനി നമ്മൾക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അതായത് ക്ലോത്തിൻ്റെ നല്ല വശവും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് ക്രോച്ച് ലെങ്ത്ത് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സൈഡും രണ്ട് ക്രോച്ച് ലെങ്ത്തും ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ക്രോച്ച് ലെങ്ത്ത് എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്കുള്ള, അതായത് ബെൽറ്റിനെടുത്ത ആ ഭാഗത്ത് നിന്ന് താഴേക്ക് വരുന്ന ഭാഗമാണ് ക്രോച്ച് ലെങ്ത്ത് എന്ന് പറയുന്നത്. തടിയുള്ള ആളാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും. 15, 14.5 അങ്ങനെയൊക്കെ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ സ്റ്റിച്ച് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇറുകി കിടക്കുന്ന പോലെ തോന്നും. ലാർജ് സൈസിനൊക്കെ ഇത് മതിയാവും. 13 ഇഞ്ചൊക്കെ മതിയാവും. അങ്ങനെ ക്രോച്ച് ലെങ്ത്തൊക്കെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് പാൻറ്റിന് ഇതുപോലെ ശരിയാക്കി എടുത്തതിന് ശേഷം ഷേപ്പ് ചെയ്യണം. ഷേപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പാൻറ്റിൻ്റെ ബോട്ടം സൈഡൊന്ന് അരയിഞ്ചിൽ മടക്കി തയ്ച്ച് കൊടുക്കാം. 2 സൈഡും അരയിഞ്ചിൽ മടക്കി തയ്ച്ച് കൊടുക്കാം. ബോട്ടം സൈഡ് തയ്ച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു ഇഞ്ചിൽ വേണം ഷേപ്പ് ചെയ്ത് എടുക്കാനായിട്ട്. അതിനും നമ്മൾ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇലാസ്റ്റിക് ഇടുന്ന ആ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇലാസ്റ്റിക് ഞാനിവിടെ എടുത്തു കൊടുക്കുന്നത് അതായത് ഇലാസ്റ്റിക് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പാൻറ് ഇടുന്ന ഭാഗമില്ലേ, ആ ഭാഗത്തെ അളവിൽ നിന്നും 3-4 ഇഞ്ച് കുറവായിട്ട് എടുക്കണം. അങ്ങനെയാണ് ഇലാസ്റ്റിക് എടുത്തു കൊടുക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ 1/4 ഇഞ്ച് മടക്കി തയ്ച്ച് കൊടുക്കുക ഫുള്ളായിട്ട് റൗണ്ടിൽ. എന്നിട്ട് പിന്നെ 1 ഇഞ്ചിൽ മടക്കി തയ്ച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ 1 ഇഞ്ചിൽ മടക്കി തയ്ച്ച് കൊടുക്കാം. ഞാനിവിടെ വീതി കുറഞ്ഞ ഇലാസ്റ്റിക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് 1/4 ഇഞ്ചിൽ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ 1 ഇഞ്ചിൽ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇലാസ്റ്റിക് ഇടേണ്ട ഭാഗം
വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.